കവടിയാർ കൊട്ടാരത്തിൽ നടന്ന വലിയ മോഷണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. ഏകദേശം 2 കോടി രൂപ വിലമതിക്കുന്ന അമൂല്യ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളുമാണ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയത്. സൈബർ സെല്ലും ഫിംഗർ പ്രിന്റ് വിദഗ്ധരുമൊക്കെ കൊട്ടാരത്തിലെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിലാണ് ഈ കവർച്ച നടന്നതെന്നാണ് സൂചനകൾ. നവംബറിൽ ബാംഗ്ലൂരിലേക്ക് പോകാനായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ ഈ ആഭരണങ്ങൾ കൊട്ടാരത്തിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് കൊട്ടാരം അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ വിശദമായ തിരച്ചിലിന് ശേഷവും ആഭരണങ്ങൾ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിച്ചത്. അതീവ സുരക്ഷാ മേഖലയായ കവടിയാറിൽ നടന്ന ഈ കവർച്ച പോലീസിനെ പോലും ഞെട്ടിക്കുകയാണ്. കൊട്ടാരത്തിൽ കയറി കോടികൾ വിലയുള്ള വസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ സന്ദർശകരും സംശയത്തിന്റെ നിഴലിലാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊട്ടാരത്തിലെത്തിയ മുഴുവൻ പേരുടെയും പട്ടിക തയ്യാറാക്കാൻ തുടങ്ങി. വിദേശികളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിലെ ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യും. അതേസമയം ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് കൊട്ടാരം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 5ഓളം മാസങ്ങൾ നീണ്ട ഒളിച്ചുകളിയാണ് രാജകുടുംബം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. രാജകുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും രഹസ്യ അന്വേഷണം വേണമെന്ന കൊട്ടാരത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് വഴങ്ങിയില്ല. അങ്ങനെയാണ് 5 മാസങ്ങൾക്കിപ്പുറം ഈ രാജകീയ മോഷണത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പരാതിയില്ലാതെ കേസ് അന്വേഷിക്കില്ലെന്ന പോലീസിന്റെ നിലപാടാണ് രാജകുടുംബം ഇപ്പോൾ പരാതി നൽകാൻ കാരണം. വിവരം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഭയന്ന് കൊട്ടാരം അധികൃതർ ഈ വിവരം അതീവ രഹസ്യമായി വെച്ചു എന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങൾ ആരെങ്കിലും എടുത്തുമാറ്റിയതാകാം എന്ന സംശയത്തിൽ മാസങ്ങളോളം കൊട്ടാരത്തിനുള്ളിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. എന്തായാലും കൊട്ടാരത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നവരാണ് ഈ മോഷണത്തിന് പിന്നിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിലപിടിപ്പുള്ള വജ്രാഭരണങ്ങൾ അതേ അലമാരിയിൽ ഉണ്ടായിരുന്നിട്ടും മോഷ്ടാവ് അതൊന്നും എടുത്തില്ല എന്നതാണ്. അപ്പോൾ ന്യായമായും സംശയിക്കുന്നത് എന്തോ ഒരു ആവശ്യത്തിലേക്കായി അതിനു വേണ്ടുന്ന ആഭരണം മാത്രം ആ മാന്യനായ കള്ളൻ എടുത്തു എന്നതാണ്. മോഷണം നടന്ന മുറിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കുകയാണ്. നിലവിൽ കൊട്ടാരത്തിലെ 15 ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. ഈ കളവുപോയ സ്വർണവും വൈരവും ഒക്കെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ വസ്തുക്കളാണ്. പഴയകാലത്തെ രാജഭരണത്തിൽ നാട്ടുകാരുടെ കരം പിരിച്ചുണ്ടാക്കിയ മുതലാണ് അതെല്ലാം. സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്ത രാജാക്കന്മാർക്ക് കരം പിരിക്കാൻ തന്നെയാണ് പ്രധാന വരുമാന മാർഗം. സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതൊരു പള്ളിമോഷണം ആണെന്ന് തോന്നും. 2 കോടിക്കുള്ള ആഭരണങ്ങൾ മാത്രമെടുത്ത് അതിലും വിലയേറിയ ആഭരണങ്ങൾ കാണാത്തതുപോലെ ഇറങ്ങിപ്പോന്ന ആ കള്ളൻ ഒരു VIP തന്നെ ആയിരിക്കും. 150ഓളം മുറികളുള്ള മെയിൻ ഗേറ്റ് മുതൽ അടുക്കളയിൽ വരെ CCTV ക്യാമറകളുള്ള, കാവലിനായി സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള അതീവ സുരക്ഷാ മേഖലയായ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മോഷണം നടക്കണമെങ്കിൽ ഉത്തരവാദികൾ ആരായിരിക്കും എന്ന് ഊഹിക്കാൻ വളരെ എളുപ്പമാണ്. കൊട്ടാരത്തിന്റെ തെക്കേ ഭാഗത്താണ് ഗൗരിഭായിയുടെ കിടപ്പുമുറി. കുടുംബത്തിൽ ഉള്ളവർക്കും ചില പ്രത്യേകം ജീവനക്കാർക്കും ഒഴികെ വേറെ ആർക്കും അവിടേക്ക് പ്രവേശനത്തിന് അനുമതിയില്ല. കൊട്ടാരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ വെച്ചിരുന്ന ഇരുമ്പ് അലമാരയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് വേറൊരു പെട്ടിയിലാണ്. എന്നിട്ടും ഈ മോഷണം നടന്നെങ്കിൽ കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാകാം അതിൽ പിന്നിലുള്ളത്. ചിലപ്പോൾ പലതവണയായി നടത്തിയ മോഷണവുമാകാം. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്നും ഓരോ ആഭരണം എടുത്തതുമാകാം. ഇപ്പോഴും പൊന്നുതമ്പുരാൻ സൂപ്പറാണ്, ഇനിയും രാജഭരണം വരണം എന്നൊക്കെ പറഞ്ഞ് മൂങ്ങുന്ന കുറെ ആളുകളുണ്ട്. സ്വന്തം കൊട്ടാരത്തിൽ നിന്ന്, അതും തമ്പുരാട്ടിയുടെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും സ്വർണം മോഷണം പോയിട്ട് പരാതി നൽകാൻ 5 മാസം സമയമെടുത്ത ഇക്കൂട്ടർ നാട് ഭരിക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ്. അതേപോലെ ഈ കളവ് നടത്തിയത് പിണറായി വിജയനും കൂട്ടരുമാണെന്ന് പറഞ്ഞ് കരയുന്ന ആളുകളുമുണ്ട്. അവരോട് ഓർമ്മിപ്പിക്കാനുള്ളത് സഖാവ് VS അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ദർശനം നടത്താറുണ്ട്. പായസം എന്ന വ്യാജേന പാത്രത്തിൽ സ്വർണവുമായാണ് അദ്ദേഹം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതെന്നും VS പറഞ്ഞിരുന്നു. ഇത് കണ്ടുപിടിച്ച അവിടുത്തെ ശാന്തിക്കാരനെ ചൂടുവെള്ളം ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച കാര്യം കൂടെ തനിക്കറിയാമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കൊട്ടാരത്തിലെ രാജകീയ മോഷണവും ഉടൻ തന്നെ തെളിയും. കൃത്യമായി മോഷണം നടത്തിയ ആളെ കണ്ടുപിടിക്കുകയും ചെയ്യും. അതിനായി കൊട്ടാരത്തുള്ളവർ ആകെ ചെയ്യേണ്ടത് ഇപ്പോൾ നൽകിയ പരാതി പിൻവലിക്കാതെ ഇരിക്കുക എന്നത് മാത്രമാണ്.